ഇപ്പോൾ സുജിത് ചന്ദ്രൻ നൽകുന്ന അപ്ഡേറ്റ് അനുസരിച്ച് പാകിസ്ഥാന്റെ 2 ആയുധ കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാർ ഡെസ്കിൽ നിന്ന് ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് സുജിത് ഇപ്പോൾ നൽകുന്ന അപ്ഡേറ്റ്. സുക്കൂർ, ചുനിയ എന്നീ ആയുധ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മാർക്ക് റുബിയോ എസ് ജയശങ്കറുമായി വീണ്ടും ഫോണിൽ സംസാരിച്ചിരിക്കുന്നു. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് മാർക്ക് റുബിയോ എന്ന് പറയുന്നത്. മാർക്ക് റുബിയോ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹത്തിന്റെ കൗണ്ടർ പാർട്ടുമായി സംസാരിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനും ഇന്ത്യയും സംഘർഷങ്ങൾ ലഘൂകരിക്കാനും പരസ്പര ആശയവിനിമയം നടത്തണമെന്നുള്ളതാണ് മാർക്ക് റുബിയോ അമേരിക്ക ഇടപെട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നേരിട്ട് ആശയവിനിമയം, അതായത് പാകിസ്ഥാന്റെ കൗണ്ടർ പാർട്ടുമായി നേരിട്ട് ആശയവിനിമയം നടത്തണമെന്നൊരാവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സംഘർഷം ഒഴിവാക്കാൻ ക്രിയാത്മക ചർച്ചകൾക്ക് സഹായിക്കാമെന്നും അമേരിക്ക ഇപ്പോൾ ഒരു മധ്യസ്ഥ ശ്രമം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷേ പാകിസ്ഥാൻ ഈസ് നോട്ട് ഇൻ ദ മൂഡ് എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്ന യാഥാർത്ഥ്യം. പാകിസ്ഥാൻ ആ വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച നടത്താൻ പ്രതികരിക്കാനുള്ള ഒരു ഇന്ത്യയുമായി ഒരു യുദ്ധത്തിലേക്ക് പോകണം എന്ന നിലപാട് തന്നെയാണ് പാകിസ്ഥാൻ സ്വീകരിക്കുന്നത്. സിവിലിയൻസിനെ ആക്രമിക്കുന്നതിലൂടെ അതാണ് മനസ്സിലാക്കാനും ആകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് സംയുക്ത സൈനിക മേധാവി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. CDS ആയിട്ടുള്ള അനിൽ ചൗഹാൻ പ്രതിരോധ മന്ത്രിയെ നേരിട്ട് കണ്ട് ഡീബ്രീഫ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലാണ്. യുദ്ധത്തിലേക്ക് ഔദ്യോഗികമായി ഇന്ത്യ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ പോലും അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്ത്യ വളരെ കൃത്യമായ രീതിയിൽ ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ വാർത്താ സമ്മേളനത്തിൽ തുടക്കം മുതൽ തന്നെയുള്ള, നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്, ആ വാർത്താ സമ്മേളനത്തിൽ തുടക്കം മുതൽ ഉള്ള ഈ സൈനിക ഉദ്യോഗസ്ഥരുടെ വേഷവിധാനവും അവരുടെ ശൈലിയും പരിശോധിച്ചാൽ തന്നെ വ്യക്തമാക്കും. ആദ്യത്തെ ദിവസം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്തതിന് ശേഷം അത് കൺഫേം ചെയ്യുന്ന വാർത്താ സമ്മേളനത്തിൽ വിക്രം മിശ്രയും ഒപ്പം തന്നെ 2 സൈനിക ഉദ്യോഗസ്ഥരും കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വന്നിട്ടുള്ളത് അവരുടെ നോൺ മിലിറ്ററി ഡ്രസ്സിലായിരുന്നു, അവരുടെ സാധാരണ യൂണിഫോമിലായിരുന്നെങ്കിൽ പിന്നീട് നടന്ന വാർത്താ സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ, പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ പ്രത്യാക്രമണം നടന്നതിന് ശേഷം ഉള്ള പ്രസ് ബ്രീഫിങ്ങുകളിലെല്ലാം തന്നത് അവർ മിലിറ്ററി യൂണിഫോമിലാണ്, അതായത് റെഡി ഇൻ സ്ട്രൈക്ക് യൂണിഫോമിലാണ് വന്നിട്ടുള്ളത്. യുദ്ധമുഖങ്ങളിൽ ഉപയോഗിക്കുന്ന യൂണിഫോമുകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്ത്യ പ്രതിരോധിക്കാൻ വേണ്ടി, ഏതാക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സജ്ജമായി നിൽക്കുകയാണ്. ഇതിപ്പോൾ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീജിത്ത്, പറയാം. അത് വളരെ വ്യക്തമാണ്. ഇന്ത്യയുടെ ഒരു നിലപാട് വളരെ പ്രകടമാണ്. ഏത് സാഹചര്യത്തിലും പാകിസ്ഥാനെ നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ആദ്യഘട്ടത്തിൽ ഇന്ത്യയുടെ ഒരു നിലപാട് വളരെ സൗമ്യമായിരുന്നു. പിന്നീട് പാകിസ്ഥാൻ തുടർച്ചയായി ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഇന്ത്യയുടെ ജനവാസ മേഖലകളിലേക്ക് കടന്നു കയറിയപ്പോഴാണ് ഇന്ത്യ തിരിച്ചടി കുറച്ചുകൂടി വ്യാപ്തിയുള്ളതാക്കിയത്. ആ വ്യാപ്തിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എവിടെ നിന്നാണോ പാകിസ്ഥാൻ ആക്രമണത്തിന് തുനിയുന്നത്, ഏത് വ്യോമ കേന്ദ്രത്തിൽ നിന്നാണോ പാകിസ്ഥാൻ ആക്രമണത്തിന് സജ്ജമാകുന്നത്, ഏത് ലോഞ്ച് പാഡിൽ നിന്നാണോ അവരുടെ റോക്കറ്റുകൾ, അവരുടെ മിസൈലുകൾ, അവരുടെ ഡ്രോണുകൾ ഉയരുന്നത്, അവിടേക്ക് ആ വ്യോമത്താവളങ്ങൾ, ആ എയർബേസുകൾ, ആ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർക്കാനാണ് ഇപ്പോൾ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അതാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഇതിൽ പരാതികളൊന്നും ഇല്ലാത്തത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ പാകിസ്ഥാൻ്റെ ഒരു കരച്ചിൽ ഞങ്ങളുടെ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇത്ര പേർ കൊല്ലപ്പെട്ടു എന്നൊരു പരാതിയുമായിട്ട് ഒരു കരച്ചിലുമായി പാകിസ്ഥാൻ വരേണ്ടതാണ്. അതൊന്നും വരാത്ത രൂപത്തിൽ വളരെ ക്ലിനിക്കലായി, വളരെ പ്രിസൈസായി, വളരെ വ്യക്തമായി, സ്പഷ്ടമായി, സുവ്യക്തമായി ഇന്ത്യ നടത്തുന്ന ആക്രമണം അങ്ങനെയാണ്. അതാണ് ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട 4 എയർബേസ് ക്യാമ്പുകൾ. ഒന്ന് നൂർഖാൻ നമുക്കറിയാവുന്നതാണ്, ഞാൻ പലതവണ പറഞ്ഞതാണ്. നൂർഖാൻ്റെ ഒരു ചരിത്രപരമായ പാകിസ്ഥാൻ്റെ സൈനിക സന്നാഹത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ സൈനിക കേന്ദ്രത്തെക്കുറിച്ച്, ആ എയർബേസിനെ കുറിച്ചെല്ലാം അതൊരു വളരെ VVIP നിലവാരത്തിൽപ്പെടുന്ന വലിയൊരു എയർ ക്യാമ്പാണ്. അവിടെ നിന്ന് ഒരുപക്ഷെ പാകിസ്ഥാൻ ഒരു വലിയ യുദ്ധപ്രഖ്യാപനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ആദ്യം പാകിസ്ഥാൻ്റെ പോർ വിമാനങ്ങൾ പറന്നു പൊങ്ങുക ഒരുപക്ഷെ നൂർഖാനിൽ നിന്നായിരിക്കാം. അതുകൊണ്ട് തന്നെ ആദ്യം അത് ആക്രമിക്കുന്നു. ആദ്യം പാകിസ്ഥാൻ ഒരു സ്ഫോടനം നടന്നു എന്ന രൂപത്തിൽ മാത്രമാണ് രാവിലെ അതിൽ സ്ഥിരീകരിക്കുന്നത്. പിന്നീട് ആ സ്ഫോടനം അത് ബേസ് ക്യാമ്പ്, എയർഫോഴ്സിൻ്റെ ബേസ് ക്യാമ്പ് ആക്രമിച്ചു എന്ന് പറയുന്നു. പിന്നീട് ഇപ്പോൾ ഇന്ത്യ സ്ഥിരീകരിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാണ്. അവിടെ നിന്നായിരിക്കാം പാകിസ്ഥാൻ്റെ എല്ലാ വ്യോമ ആക്രമണങ്ങൾക്കും പ്ലാൻ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഇന്ന് ശ്രീനഗറിലേക്ക് പറന്നു പൊങ്ങിയ 2 പോർ വിമാനങ്ങളും ഒരുപക്ഷെ അവിടെ നിന്നായിരിക്കാം. അങ്ങനെ മറ്റ് മൂന്നെണ്ണം കൂടിയുണ്ട്. മൂറിദും റാഫിക്കിയും റഹ്മീർ ഖാനും, ഇങ്ങനെ 3 പ്രധാനപ്പെട്ട എയർബേസുകൾ
പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട്, സൈനിക ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട്, വ്യോമ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ പോർവിമാനങ്ങൾ ഉയർന്നു പൊങ്ങേണ്ടത് ഉയരേണ്ടതൊക്കെ അവിടെ നിന്നാണ്. മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അമൃത്സറിലേക്ക് പറത്തിയ ഡ്രോൺ വെടിവെച്ചിട്ട സ്ഥലം, അതോടൊപ്പം തന്നെ അഖ്നൂരിന് സമീപത്തെ ലൂണ എന്ന് പറയുന്ന, സിയാൽകോട്ടിലെ ലൂണ എന്ന് പറയുന്ന പ്രദേശം, ആ പ്രദേശത്തെ പൂർണ്ണമായും ലോഞ്ച് പാഡ് പൂർണ്ണമായും ഇന്ത്യൻ സൈന്യം BSF തകർത്തു. BSF തന്നെ അക്കാര്യം സ്ഥിരീകരിച്ചു. അങ്ങനെ പാകിസ്ഥാൻ എവിടെ നിന്നെല്ലാം ആക്രമണത്തിന് പ്ലാൻ ചെയ്യുന്നുണ്ടോ, ആക്രമണത്തിന് പദ്ധതി ഇടുന്നുണ്ടോ, അതെല്ലാം തകർക്കുക എന്നത് മാത്രമാണ് ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അത് വിജയിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. സൈന്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ 3 ലെയർ ഓപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനമായി ഈ അതിർത്തികളിലുള്ളവരെ, ജനവാസ കേന്ദ്രങ്ങൾ, അതിർത്തി ഗ്രാമങ്ങളിലുള്ളവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുക. അത് ഗുജറാത്ത് മുതൽ കശ്മീർ വരെ ആ ദൗത്യം സൈന്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അതിനോട് ചുറ്റുമുള്ള ആളുകളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിക്കുക, അവിടെ കളക്ടർമാർക്ക് നിർദ്ദേശം കൊടുക്കുക, റെഡ് അലർട്ട് പ്രഖ്യാപിക്കുക. അതോടൊപ്പം തന്നെ അതിനുശേഷമാണ് ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എവിടെ നിന്നാണോ പാകിസ്ഥാൻ ആക്രമണത്തിന് മുതിരുന്നത് ആ ആക്രമണ കേന്ദ്രങ്ങളെ പൂർണ്ണമായും തകർക്കുക, ഇല്ലാതാക്കുക. അതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കാതിരിക്കുക, സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാതിരിക്കുക. പാകിസ്ഥാൻ ഒരു പരാതിയും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു കരച്ചിലിനും വേദി ഉണ്ടാക്കാതിരിക്കാൻ പോലും ഇന്ത്യൻ സൈന്യം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഈ സമയത്ത്, അതായത് കാലങ്ങൾക്ക് ശേഷം നടക്കുന്ന വലിയ സംഘർഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മറ്റൊന്നാണ് അടുത്തൊരു ഘട്ടം എന്ന രൂപത്തിൽ ആലോചിക്കുക എന്നുള്ളത്. അതാണ് ഇപ്പോൾ നേരത്തെ ബിനിൽ സൂചിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ സൈനിക വേഷത്തിനപ്പുറത്തേക്ക് ഒരു മിലിറ്ററി ഓപ്പറേഷന് സജ്ജമായി വാർത്താ സമ്മേളനത്തിൽ വരുന്ന ഒരു സാഹചര്യം പോലും അതാണ്. ഇത് നമ്മൾ കൊടുക്കുന്നൊരു മെസ്സേജാണിത്. ലോകരാജ്യങ്ങളൊക്കെ ഇത് കാണുന്നുണ്ട്. ഇന്ത്യ എങ്ങനെയാണ് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത്, ഇന്ത്യ എങ്ങനെയാണ് ഇക്കാര്യങ്ങൾ നിലപാടെടുക്കുന്നത്, ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി എന്താണ് പറയുന്നത്, ഇന്ത്യയുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഈ വാർത്താ സമ്മേളനത്തിൽ എന്താണ് പറയുന്നത്, അവരുടെ പെരുമാറ്റം എങ്ങനെയാണ്, അവർ ഏത് മൂഡിലാണ് എന്ന കാര്യം ലോകരാജ്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും പാകിസ്ഥാൻ. അവരെ കൂടി അറിയിക്കാൻ കൂടിയാണ് ഇന്ത്യ സജ്ജമാണ്. ഈ സാഹചര്യം വളരെ ഇന്ത്യക്ക് അറിയാവുന്നൊരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്കില്ല, എന്നാൽ ഞങ്ങൾ യുദ്ധത്തിനില്ല എന്നുകൂടി പറയാനും, അല്ലെങ്കിൽ പറയാതെ പറയാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുള്ള ഹീനമായ എല്ലാ പ്രവർത്തനങ്ങളും പാകിസ്ഥാൻ നടത്തുന്നുണ്ട് എന്ന് നമ്മൾ തെളിവ് സഹിതം പറയുമ്പോഴും, അതായത് സൈനിക തലത്തിൽ ഇന്ത്യയെ ആക്രമിക്കുന്നു, ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു, തുടർച്ചയായി ഡ്രോണുകൾ അയക്കുന്നു, തുടർച്ചയായി മിസൈലുകൾ ഇന്ത്യയിലേക്ക് വിക്ഷേപിക്കുന്നു, അത് ജനവാസ കേന്ദ്രങ്ങളിൽ പതിക്കുന്നു, നമുക്ക് പരിക്കുണ്ടാകുന്നു, നമ്മുടെ ആളുകൾ കൊല്ലപ്പെടുന്നു. എന്നാൽ പോലും ഞങ്ങൾ തിരിച്ചടിക്കുന്നത് നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളിലേക്കല്ല, നിങ്ങൾ എവിടെ നിന്നാണോ ഇത്തരം ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തുന്നത് തുടരുക.